ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സച്ചി ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുവാണ്. ഞാൻ കാരണം എൻ്റെ രേവതിയുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും അവളെ ഒന്നും പറയത്തില്ല ദൈവമേ, എനിക്ക് നീ ഒന്നും തരണ്ട, എനിക്ക് എൻ്റെ രേവതിയെ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് സച്ചിക്കാരനെ. അപ്പോഴേക്കും ഇത് കേട്ടിട്ട് ഈച്ച വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് സച്ചിയെ. രേവതിക്കൊന്നും സംഭവിക്കില്ല, നീ വീട്ടിലോട്ട് വാടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി ഇല്ലാതെ ഞാൻ എങ്ങനെയാടാ വീട്ടിലോട്ട് വരുന്നതെന്ന് പറയുമ്പോഴേക്കും നീ വീട്ടിലോട്ട് പോ, ഞാൻ നമ്മുടെ ആളുകളോടൊക്കെ പറയാം, അവരും കൂടി ചേർന്ന് അന്വേഷിക്കാമല്ലോ. ഇപ്പോൾ നീ വീട്ടിലോട്ട് പോയിട്ട് അച്ഛനെയും കൂടി, അച്ഛനും അവിടെ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും, നീ പോയി അച്ഛനെയും കൂടി സമാധാനിപ്പിച്ച് നിങ്ങൾ രണ്ടുപേരും ധൈര്യത്തോടിരിക്കുക, രേവതി എന്തായാലും വീട്ടിലോട്ട് തിരിച്ചു വരും, ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്നാണ് ഈച്ച പറയുന്നത്. സച്ചിയെ വീട്ടിലോട്ട് ഈച്ച ഡ്രോപ്പ് ചെയ്തിട്ട് പറയുന്നുണ്ട്, നീ സമാധാനമായിട്ട് പോയിക്കോ വീട്ടിലോട്ട്, പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ അന്വേഷിക്കുമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അവർ 10ൽ 1 കേസായിട്ട് ഇത് കാണത്തുള്ളൂ, അവർ അന്വേഷിച്ചു എന്ന് പറയാം, എൻ്റെ ഭാര്യ അന്വേഷിക്കേണ്ടത് എൻ്റെ കടമയല്ലെന്ന് സച്ചി പറയുവാണേ. അപ്പോഴേക്കും ഈച്ച പറയുന്നുണ്ട്, രേവതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചില്ലേ, ഇനി എവിടെ പോയി അന്വേഷിക്കാനാടാന്ന് പറയുമ്പോൾ സച്ചി പറയും, ഇനിയും 2-3 വീടും കൂടി ഉണ്ടല്ലോ കൂട്ടുകാരികളുടെ, അവിടെ പോകാലോ എന്ന് പറയുമ്പോൾ ഈച്ച പറയും, ഇപ്പം തന്നെ സമയം ഇത്രയായി, ഈ സമയത്തൊക്കെ അവരുടെ വീട്ടിൽ പോയി എങ്ങനെയാടാ, അത് മാത്രമല്ല രേവതി എവിടെയെങ്കിലും പോയതാണെങ്കിലോ കാണാനില്ലെന്ന് നമ്മ തന്നെ അങ്ങനെ ഉറപ്പിക്കല്ലേ, ആളുകളൊക്കെ ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കുമെന്ന് പറയുവാണ് ഈച്ച. അപ്പോഴേക്കും സച്ചി പറയും, ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്നതോർത്ത് എനിക്ക് എൻ്റെ രേവതിയെ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ, അവളെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ലടാ എന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മുടെ സച്ചി. ഞാൻ രാവിലെ ദേഷ്യം വന്ന് അവളെ എന്തൊക്കെയോ പറഞ്ഞടാന്ന് പറയുമ്പോഴേക്കും ഈച്ച പറയുന്നുണ്ട്, ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ അതൊക്കെ സാധാരണ ആടാ, എൻ്റെ ഭാര്യ തന്നെ എത്രയോ പ്രാവശ്യം വഴക്കിട്ട് അവളുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇത് അവളുടെ വീട്ടിലോട്ടും പോയിട്ടില്ലല്ലോ, എന്ത് ചെയ്യാനാടാന്ന് പറയുമ്പോഴേക്കും ഈച്ച പറയുന്നുണ്ട്, നീ സമാധാനപ്പെട് സച്ചി, ഞാൻ പോണ വഴിയിൽ 1-2 പൂക്കളിലും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ, അവൾ എന്തായാലും തിരിച്ചു വരും. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എനിക്കൊന്ന് രേവതിയെ നേരിൽ കണ്ടാൽ മതി, എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈച്ച എങ്ങനെയെങ്കിലുമൊക്കെ സമാധാനിപ്പിച്ച് സച്ചിയെ വീട്ടിൽ കയറ്റിയിട്ട് ഈച്ച പോകുവാണേ വണ്ടിയെടുത്ത്. സച്ചി മനസ്സിലൂടെ വീട്ടിൻ്റെ അകത്തോട്ട് കയറുവാണേ. അപ്പോൾ അവിടെ നമ്മുടെ രേവതിയുടെ വണ്ടി ഉണ്ടാവുമല്ലോ, സ്കൂട്ടർ, അതും നോക്കിയിരുന്ന് സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് അകത്തോട്ട് ഇങ്ങനെ കയറി വരുവാണേ, കരഞ്ഞോണ്ടും വരുവാണ് നമ്മുടെ സച്ചി. ആകെ ക്ഷീണിച്ച് എല്ലായിടത്തും അന്വേഷിച്ച് അങ്ങനെ ആ ക്ഷീണിച്ച മുഖമായിട്ട് അകത്തോട്ട് ഇങ്ങനെ കയറി വരുവാണ്. അപ്പോൾ ദേ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്ന രേവതിയെ കാണുന്നതും സച്ചിക്ക് ഇങ്ങനെ ദേഷ്യം വരുവാണെങ്കിൽ സച്ചി ദേഷ്യത്തിൽ ഇങ്ങനെ രേവതിയുടെ അടുത്തോട്ട് പോവാണ്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, എന്താ സച്ചി ഏട്ടാ, എവിടെയായിരുന്നു ഇത്രയും നേരം, വീട്ടിലോട്ട് വരുന്ന സമയമാണോ ഇതെന്നൊക്കെ ചോദിക്കുവാണേ. അപ്പോഴേക്കും സച്ചി ഭയങ്കരമായിട്ട് ഒച്ചെടുക്കണ്ടേ, എവിടെയായിരുന്നടി നീ എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രനൊക്കെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എടാ സച്ചി, അവളിപ്പോൾ വന്നേ ഉള്ളൂ, നിന്നെ വിളിച്ച് പറയാൻ നിൽക്കുമായിരുന്നു, അപ്പോഴേക്കും നീയും വന്നു എന്ന് പറയുവാണേ. അപ്പം രേവതി ഒന്നും അറിയാത്ത പോലെ പറയുന്നുണ്ട്, ആ അച്ഛൻ പറഞ്ഞായിരുന്നു സച്ചിയേട്ടൻ എന്നെ തപ്പി പോയതാണെന്ന്, എനിക്കെന്താ ഒരിടത്ത് പോയാൽ തിരിച്ച് വീട്ടിലോട്ട് വരാൻ അറിയില്ലേ, എന്നെ അന്വേഷിച്ച് എന്തിനാ സച്ചിയേട്ടൻ നടക്കുന്നതെന്നൊക്കെ രേവതി ഭയങ്കര കാര്യത്തിൽ ചോദിക്കുവാണ്. എന്താടി നിനക്ക് അഹങ്കാരമാണോ, നിന്നെ അന്വേഷിച്ച് ഞാൻ നാട് മൊത്തം കറങ്ങി, എന്നിട്ട് നീ ഇവിടെ ഇത്ര ഒരു കുഴപ്പമില്ലാതെ ഇവിടെ വെള്ളം കുടിച്ചോണ്ടിരുന്നു, എനിക്ക് വരുന്ന ദേഷ്യത്തിൽ നിന്റെ മുഖം അടിച്ച് പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കൈ പൊക്കുമ്പോഴേക്കും രവീന്ദ്രൻ തടുക്കുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയും, നിങ്ങളൊന്ന് വെറുതെ ഇരിക്കുക, പിന്നെ ഒരു ഭാര്യ എപ്പോൾ ഇറങ്ങിപ്പോയത് അവളെ വീട്ടിൽ നിന്ന്, നാട് മൊത്തം കറങ്ങി വരുമ്പോൾ അതൊരു ഭർത്താവിന് ചോദിക്കാനുള്ള അധികാരമില്ലേ, അവൻ ചോദിക്കട്ടെ എന്നൊക്കെ നമ്മുടെ ചന്ദ്ര പറയുവാണ് രവീന്ദ്രനോട്. അപ്പോഴേക്കും അടിക്കാൻ പൊക്കിയ കൈ ഉണ്ടല്ലോ സച്ചിയുടെ, അത് മാറ്റിയിട്ട് സച്ചി നമ്മുടെ രേവതിയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചിരുന്ന് കരയുവാണേ. രേവതിയും ആകെ ഇമോഷണൽ ആവുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും ചന്ദ്രൻ എട്ടുവാണ്. ചന്ദ്ര വിചാരിച്ചു സച്ചി രേവതിക്ക് ടിപ്പ് ഒരെണ്ണം പൊട്ടിക്കുമെന്ന്. അപ്പോൾ എല്ലാവരും നാണം കൊണ്ട് ഇവർ കെട്ടിപ്പിടിക്കുമ്പോഴേക്കും തിരിഞ്ഞ് നിൽക്കുവാണ്. ശ്രീകാന്തൊക്കെ ഇരുന്ന് ചിരിക്കുവാണ്. സച്ചി ഇങ്ങനെ പൊട്ടിക്കരയുവാണ് രേവതിയെ ചേർത്ത് പിടിച്ചിട്ട്. അപ്പോഴേക്കും രേവതി കുറച്ചു നേരം കെട്ടിപ്പിടിച്ച് കഴിയുമ്പോഴേക്കും രേവതി മാറ്റിയിട്ട് രേവതി പറയും, എന്ത് പറ്റി സച്ചി ഏട്ടാ, എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുവാണേ. സച്ചി പറയും, എന്തോരം പേടിച്ചു പോയെന്നറിയോ രേവതി, ഞാൻ നിന്നെ അന്വേഷിച്ച് പോവാത്ത സ്ഥലങ്ങളില്ല, റെയിൽവേ സ്റ്റേഷൻ, പൂക്കട, ബസ് സ്റ്റാൻഡ്, അങ്ങനെ ഒരു സ്ഥലങ്ങൾ പോലും ഇല്ല, അമ്പലങ്ങളിൽ വരെ ഞാൻ പോയി പ്രാർത്ഥിച്ചു, അതറിയോ, നീ ഉണ്ടോയെന്ന് എല്ലായിടത്തും അന്വേഷിച്ചു, അവസാനം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് വരെ കൊടുത്തു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അയ്യോ പോലീസ് സ്റ്റേഷനിലോ, അവിടേക്ക് പോയി എന്തിനാ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സച്ചി ഏട്ടാന്ന് ചോദിക്കുവാണ് രേവതി. കുറച്ച് നേരം കൊണ്ട് എൻ്റെ ജീവൻ തന്നെ പോയി, അത് നിനക്കറിയോ, എൻ്റെ ജീവൻ എൻ്റെ കയ്യിലില്ലായിരുന്നു, ചത്ത പോലെയായിരുന്നു ഞാനെന്ന് പറഞ്ഞ് സച്ചി കരയുവാണേ. അപ്പോഴേക്കും രേവതി പറയും, എന്തിനാ സച്ചിയേട്ടാ ഇങ്ങനെ വെറുതെ പേടിക്കുന്നത്, ഇങ്ങനെ ഭയപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, പിന്നെ എങ്ങനെ അവൻ ഭയപ്പെടാതിരിക്കും മോളെ, നിന്നെ ഇത്ര നേരമായിട്ട് കാണുന്നില്ല, നീ എവിടെ പോയെന്ന് പോലും അറിയില്ല, നിന്റെ ഫോണിൽ വിളിച്ചു നോക്കിയപ്പോൾ കിട്ടുന്നുമില്ല, അപ്പോൾ ഞാൻ തന്നെയാണ് അവനോട് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ. അപ്പോൾ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, എത്രയും നാൾ പകലായിരുന്നു കറക്കം, ഇപ്പോൾ രാത്രി അവളുടെ കറക്കം തുടങ്ങി, തോന്നും പോലെ കയറി വന്നോളും, ഒരു വണ്ടിയും പോരാത്തതിന് മേടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ചന്ദ്ര ചീത്ത പറയുവാണേ.
അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, രേവതി അതിന് സ്കൂട്ടറൊന്നും എടുത്തില്ലല്ലോ, ഒരു സ്കൂട്ടർ പുറത്തല്ലേ ഇരിക്കുന്നതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ഒന്ന് നോക്കും. ശ്രുതി പറയും, നിന്നോട് ആരാടാ പോയി പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞ? ഒരു മനുഷ്യൻ കാണാതായ 24 മണിക്കൂർ കഴിഞ്ഞ് അവർ കേസ് രജിസ്റ്റർ ചെയ്യുള്ളൂ. ഇപ്പോൾ നോക്ക്, ഇനി രാവിലെ അവർ ഇവിടെ വന്ന് അന്വേഷിക്കാൻ തുടങ്ങും. നിനക്ക് വേറെ പണിയില്ലേ സച്ചി എന്നൊക്കെ ശ്രുതി ചോദിക്കുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയും, ഇത്രയും നേരമായിട്ട് ഒരാളെ കാണാതായാൽ പിന്നെ കംപ്ലൈൻറ്റ് കൊടുക്കണ്ടടാ. അതും പോരാനിട്ട് രാവിലെ സച്ചി അവളെ ചീത്ത പറഞ്ഞ അവളുടെ മനസ്സും വിഷമിച്ചിരിക്കുമായിരുന്നു. ഞാനാ പറഞ്ഞത് അവനോട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ എന്നൊക്കെ. അപ്പോൾ തന്നെ നമ്മുടെ രേവതി എന്തോ പറയാൻ പോകുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോഴൊന്നും രേവതി ചേച്ചി പോയില്ല, പിന്നെ എന്തിനാ രേവതി ചേച്ചി ഇങ്ങനെയൊക്കെ കാണിച്ചെന്നൊക്കെ ചോദിക്കുവാണേ. അപ്പോൾ രേവതി അതിനും മറുപടി കൊടുക്കാൻ പോകുമ്പോഴേക്കും അടുത്ത ആൾ രേവതിയെ ക്രൂശിക്കുവാണ്. അത് നമ്മുടെ ചന്ദ്രയാണ്. ഇവൾ ഏതെങ്കിലും സിനിമ കാണാൻ പോയതായിരിക്കും. ഇവിടെ ഇരുന്നാൽ വീട്ടിലെ പണിയൊക്കെ എടുക്കാൻ പറയുമല്ലോ. രാവിലെ തന്നെ അവളൊന്നും ചെയ്തില്ല, സുഖമായിട്ട് എസിലിരുന്ന് സിനിമയും കണ്ട് വരുമായിരിക്കും എന്നൊക്കെയാണ് ചന്ദ്ര പറയുന്നത്. അപ്പോഴേക്കും രേവതി പറയും, എല്ലാവരുടെയും സംസാരിച്ച് കഴിഞ്ഞോ, ഇനി ഞാനൊന്ന് പറയട്ടെ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ എന്തു പറയാനാ? സച്ചി ചീത്ത പറഞ്ഞു, അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ വീട് വിട്ടു പോയി, അതല്ലേ നീ പറയാൻ വരുന്നേ? അപ്പോഴേക്ക് രേവതി പറയും, ദേഷ്യപ്പെട്ട് സച്ചിയേട്ടൻ എന്നോട് ആദ്യമായിട്ടാണോ ദേഷ്യപ്പെടുന്നത്? ഞാൻ കൂടി സച്ചിയേട്ടനോട് ദേഷ്യപ്പെട്ടില്ലേ? അതിനൊക്കെ ആരെങ്കിലും വീട് വിട്ടു പോവോ? ഞാൻ ആദ്യം പറയട്ടെ എന്ന് പറയുവാണ് രേവതി. അപ്പോൾ ഇത്ര നേരം നീ എവിടെയായിരുന്നു മോളെ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ ലേറ്റായിട്ട് വരുമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുമെന്ന് ഞാൻ ഓർത്തത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ ലേറ്റായിട്ട് വരുമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നോ? ഞങ്ങൾ എങ്ങനെ അറിയാനാ നീ ലേറ്റായിട്ട് വരുന്ന കാര്യം? അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞായിരുന്നില്ലേ ഇന്ന് ലേറ്റായിട്ടേ വരുള്ളൂ എന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംശയത്തോടെ നോക്കുവാണ്. ഇവള് പറഞ്ഞിട്ടാ പോയെന്നു, ലേറ്റായിട്ട് വരും എന്നുള്ളത് നമുക്കറിയാമെന്ന്, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആലോചിക്കുവാണേ. അപ്പോഴേക്കും രേവതി പറയും, സച്ചിയേട്ടനോട് ഞാൻ പറഞ്ഞായിരുന്നില്ല, പക്ഷെ അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നില്ല അച്ഛൻ രാവിലെ ഒരു കോള് വന്ന കാര്യം. എന്നിട്ട് പിന്നെ ആ സംഭവങ്ങൾ കാണിക്കുവാണേ. രേവതിയുടെ 2 സുഹൃത്തുക്കൾ ഇങ്ങനെ വീടിൻ്റെ പുറത്ത് നിൽക്കുവാണ്. അപ്പോഴേക്കും രേവതി പറയും, എന്താ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത്, അകത്തോട്ട് വാന്ന് പറയുമ്പോഴേക്കും, ഏയ് വേണ്ട രേവതി, അകത്തോട്ട് വന്നാൽ നിൻ്റെ അമ്മായിയമ്മ എന്തെങ്കിലുമൊക്കെ പറയും, വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്, ഞങ്ങൾ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ രേവതി പറയും, അമ്മ അതിന് ഉറങ്ങിയിരിക്കുക, നിങ്ങൾ അകത്തോട്ട് വാന്ന് പറയുമ്പോഴേക്കും അവർ പറയും, വേണ്ട, അതെ അടുത്തുള്ള അമ്പലത്തിൽ കുംഭാഭിഷേകം അല്ലേ, അപ്പോൾ ഒരുപാട് മാലകൾ കെട്ടാനുണ്ട്, എൻ്റെ ഭർത്താവിന് അതിൻ്റെ ഓർഡർ വന്നിരിക്കുന്നത്, നീ വരുന്നോ എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, ആഹാ വലിയൊരു ഓർഡറാണല്ലോ. ആ രേവതി, പക്ഷേ കെട്ടിത്തീരുമ്പോൾ ലേറ്റ് ആവും, നിന്നെ ഈ വരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, എനിക്ക് ഒന്ന് പ്രത്യേകിച്ച് ഓർഡറൊന്നും വന്നില്ല, നല്ലൊരു കാര്യമല്ലേ, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറയും, എന്നാൽ അകത്ത് പോയി പറഞ്ഞിട്ടൊക്കെ അവരോടൊക്കെ പറഞ്ഞിട്ട് വാന്ന് പറയുമ്പോൾ രേവതി അകത്തോട്ട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുവാണേ. അപ്പോഴേക്കും ചന്ദ്ര ഉറങ്ങുവാണല്ലോ, ചന്ദ്രയെ വിളിച്ച് പറയാൻ രേവതിക്ക് മടി, ഇനി ചന്ദ്രയുടെ വാലിരിക്കുമെന്നൊന്നും കേൾക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് രേവതി ചന്ദ്രയോട് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, അമ്മ ഉറങ്ങുന്നല്ലേ, വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തണ്ട, വർഷ ഉണ്ടല്ലോ, വർഷയോട് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് രേവതി വർഷയുടെ മുറിയുടെ പുറത്ത് നിൽക്കുവാണേ. അപ്പോൾ വർഷ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുവാണ്, വർഷയുടെ ചെവിയിൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് വർഷ ആരുടെ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ രേവതി അത് കാണുന്നില്ല. രേവതി പുറത്തുനിന്ന് തിരക്കിൽ റെഡിയായിട്ട്, വർഷ അമ്പലത്തിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട്, അപ്പോൾ അവിടെ ഒരു മാലയുടെ ഓർഡർ വന്നിട്ടുണ്ട്, ഞാൻ അമ്പലത്തിലോട്ട് പോകുക, അപ്പോൾ ലേറ്റ് ആവും, അച്ഛൻ വരുമ്പോൾ പറയണേ. അതുപോലെ തന്നെ സച്ചിയേട്ടൻ ഭയങ്കര ദേഷ്യത്തിലാണ് എന്ന് പോയിരിക്കുന്നത്, സച്ചിയേട്ടനോടും പറയണേ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് പോകുക. അപ്പോൾ വർഷ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് പക്ഷേ ഫോണിലാണ് വർഷ പറഞ്ഞത്, രേവതി വിചാരിക്കും രേവതിയോട് പറഞ്ഞതാണെന്ന്. അങ്ങനെ രേവതി അവിടെ നിന്നും ഇറങ്ങുവാണ്, വീട്ടിൽ നിന്നും പൂകെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് അന്ന് നടന്ന സംഭവം. ശരിക്കും പറഞ്ഞാൽ വർഷ ഈ രേവതി പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ആ കാര്യം വീട്ടിലുള്ള ആരും അറിഞ്ഞിട്ടുമില്ല. അതാണ് രേവതി കാണാതായെന്ന് പറഞ്ഞ് വീട്ടിലുള്ളവരെല്ലാം അന്വേഷിച്ച് നടന്നത്. പക്ഷേ വർഷ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്ന കാര്യം രേവതിക്കും അറിയില്ല. രേവതി വർഷയോട് പറഞ്ഞു എന്നുള്ളൊരു ഇതിൽ രേവതിയും പോകുവാണേ. അപ്പോഴേക്കും കഥ കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ മോള് വർഷയോട് പറഞ്ഞിട്ടാണോ പോയത്? എന്നിട്ട് വർഷമൊന്നും നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ സച്ചി ചൂടാവുന്നുണ്ട് ശ്രീകാന്തിനോട്, എടാ ശ്രീകാന്ത്, നീ എല്ലാം അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ എന്നെ എല്ലായിടത്തും അലയാൻ വിട്ടത്, നിന്നോട് അവൾ പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും, സച്ചിയേട്ടാ ഈ രേവതി ചേച്ചി പറയുമ്പോഴാണ് വർഷയോട് പറഞ്ഞു പോയെന്നുള്ള കാര്യം ഞാൻ തന്നെ അറിയുന്നെന്ന് ശ്രീകാന്ത് പറയുവാണേ. ഈ ടൈമിൽ വർഷ ജോലി കഴിഞ്ഞ് വരുവാണേ. അപ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വർഷ പറയും, രേവതി ചേച്ചി വന്നോ, എന്താ രേവതി ചേച്ചി, എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോയിക്കോടെ, ഇവിടെ എല്ലാവരും രേവതി ചേച്ചിയെ കാണാനില്ലെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുമായിരുന്നു എന്ന് പറയുവാണേ. അപ്പോൾ ഒരു സ്ഥലത്ത് രേവതി വർഷയോട് പറഞ്ഞിട്ട് പോയെന്ന് പറയുന്നു, വർഷയാണെങ്കിൽ രേവതി ചേച്ചി ഇങ്ങനെ കാണാനില്ലാത്തൊരു കാര്യം അന്വേഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ നെട്ടി നിൽക്കുവാണ്, ഈ വർഷം എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ഓർത്തിട്ട്. കാരണം രേവതി വർഷയോട് പറഞ്ഞിട്ട് പോയെന്നാണല്ലോ രേവതി പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും എല്ലാവരും വർഷ ഇങ്ങനെ അന്തം വിട്ട് നോക്കുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും, അല്ല രേവതി ചേച്ചി നിന്നോട് പറഞ്ഞിട്ടാ പോയെന്നാണല്ലോ രേവതി ചേച്ചി പറയുന്നതെന്ന് പറയുവാണേ. അപ്പോഴേക്കും വർഷ പറയും, എന്നോട് പറഞ്ഞിട്ട് പോയിന്നോ, എന്നോട് എപ്പോൾ പറഞ്ഞു എന്ന് ചോദിക്കുവാണേ.
അപ്പോൾ രേവതി ചോദിക്കും, വർഷ എന്താ വർഷ ഇങ്ങനെ പറയുന്നത്? ഞാൻ വർഷയോട് പറഞ്ഞിട്ടല്ലേ രാവിലെ പോയി എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, രാവിലെ രേവതി ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഇഷ്യൂ കാരണം ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചു. ഞാൻ അപ്പോഴാണ് രേവതി ചേച്ചിയെ കണ്ടത്. പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. ഞാൻ അപ്പം തന്നെ റെഡിയായി സ്റ്റുഡിയോയിലോട്ട് പോവുകയും ചെയ്തു. എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ രേവതി ചേച്ചി എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ ഞാൻ പറഞ്ഞിട്ടാ പോയെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, ഇവളുടെ ഇഷ്ടത്തിന് നാടൊക്കെ കറങ്ങി വന്നിട്ട് കണ്ടില്ല അവളുടെ കള്ളത്തരം പുറത്ത് വന്നത്. വർഷ പറയുന്നു വർഷയോട് പറഞ്ഞിട്ടില്ലെന്ന്. ഇവള് വെറുതെ വായെടുത്ത കള്ളം മാത്രമേ പറയുള്ളൂ എന്ന് പറയുമ്പോൾ രേവതി പറയും, ഞാൻ കള്ളമൊന്നല്ല പറഞ്ഞത്, ഞാൻ വർഷയോട് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പിന്നെ എന്താ വർഷ അങ്ങനെ പറയുന്നത്? വർഷ പറയുന്നത് വർഷ ഓക്കെ രേവതി ചേച്ചി പറഞ്ഞിട്ടില്ലെന്നല്ലേ വർഷ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയും, നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുക, ആകെ മൊത്തം കുഴപ്പമായിരിക്കുക, ഇതിൻ്റെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ പറയുമ്പോഴേക്കും ശ്രുതി പറയും, എന്ത് സംഭവിക്കാൻ? ഒന്നെങ്കിൽ രേവതി കള്ളം പറയുക, അല്ലെങ്കിൽ കള്ളം പറയുന്നത് വർഷമായിരിക്കും എന്ന് പറയുവാണ്. അപ്പോൾ വർഷ പറയും, ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കാര്യം ഇവിടെ പറയില്ലേ? എന്നോട് പറഞ്ഞിട്ടില്ല രേവതി ചേച്ചിന്ന് വർഷ പറയുവാണേ. രേവതിയാണെങ്കിൽ തർക്കിക്കും, ഞാൻ വർഷയോട് പറഞ്ഞിട്ടാ വർഷയെ പോയത്. അപ്പോൾ വർഷ പറയും, എന്നോട് പറഞ്ഞിട്ടില്ല രേവതി ചേച്ചി. അപ്പോഴേക്കും രേവതി സമ്മതിച്ചു കൊടുക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. വർഷ അപ്പം എന്നോട് ശരിയെന്ന് പറയുകയും ചെയ്തു, അതിന് ശേഷമാണ് ഞാൻ ഇവിടെ നിന്ന് പോയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അപ്പോൾ ഈ വർഷ കള്ളം പറയുക. ഞാൻ കള്ളം പറയുകയല്ല. അപ്പോൾ ശ്രീകാന്ത് പറയും, വർഷ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ മുറിയിലോട്ട് പോകുമ്പോഴേക്കും വർഷ കുളിക്കാൻ വേണ്ടി റെഡിയാവുമായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തു നിന്നാണ് പറഞ്ഞത്, വർഷ തിരിഞ്ഞ് നിൽക്കുമായിരുന്നു, എന്നോട് ഓക്കെ എന്ന് വരെ വർഷ പറഞ്ഞു എന്ന് പറയുവാണേ. അപ്പോഴേക്കും വർഷ ഇങ്ങനെ ആലോചിക്കും, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു എന്നോ, ഞാൻ കുളിക്കുന്ന ടൈമിൽ എന്താ ചെയ്തതെന്ന് വർഷം എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുവാണ് ഞാൻ സംഭവങ്ങൾ. ഓർത്തെടുക്കുമ്പോഴേക്കും വർഷം ഇങ്ങനെ പൊട്ടിച്ചിരിക്കുവാണേ. എന്നിട്ട് വർഷ പറയുന്നുണ്ട്, ഓ അപ്പോൾ അതായിരുന്നോ സംഭവം, അതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ കൊണ്ട് സംഭവിച്ചതാന്ന് പറയുമ്പോൾ സച്ചി പറയും, മിസ്കമ്മ്യൂണിക്കേഷനോ? അതെന്താ? അത് നമ്മൾ തമ്മിൽ മര്യാദക്ക് സംസാരിച്ചില്ല. ഞാൻ ആ സമയത്ത് അതിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിനോട് ഡബ്ബിംഗ് വിഷയത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവരുടെ അടുത്ത് ഓക്കെ പറഞ്ഞതായിരിക്കും രേവതി ചേച്ചിയോട് പറഞ്ഞതായിട്ട് തെറ്റിദ്ധരിച്ചെന്നൊക്കെ പറയുവാണേ വർഷ. അപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി. ഓ അപ്പോൾ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാ. അപ്പോൾ ശരി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അപ്പോൾ ഇതായിരുന്നോ ശരിക്കും സംഭവിച്ചത്? ഞാൻ അറിഞ്ഞില്ല വർഷയുടെ ചെവിയിൽ ആ സാധനം ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു എന്നോട് പറഞ്ഞതാന്ന് ഓർത്തിട്ടാ വർഷ ഞാൻ പോയത് എന്നൊക്കെ പറയുന്നതാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം.